അപ്പോസ്തലൻ ഭാഗ്യവാനാണ്. മറ്റൊരു അപ്പോസ്തലന് കിട്ടാത്ത ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ജൂലൈ മാസം 3-ാം തീയതി സെൻറ് തോമസ് ഡേ ആണ്. ഡിസംബർ മാസം 21-ാം തീയതി സെൻറ് തോമസ് ഡേ ആണ്. മാർത്തോമാ സ്ലീഹാ ദിനമാണ്. ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച, പുതിയ ഞായറാഴ്ച സെൻറ് തോമസ് ഡേ ആണ്. സ്ലീഹാ നോമ്പിലെ 12 സ്ലീഹന്മാർ ഓർക്കുമ്പോൾ അതിലൊരു ദിവസം തോമാസ് സ്ലീഹായ്ക്ക് വേണ്ടിയുള്ളതാണ്. ആണ്ടിൽ 4 പ്രാവശ്യം. മറ്റൊരു അപ്പോസ്തലന് ലഭിക്കാത്ത ഒരു വലിയ അനുഗ്രഹം. നമ്മുടെ ഒരു സുവിശേഷകൻ യൂറോപ്പിലൊക്കെ പ്രസംഗ പര്യടനം നടത്തുമ്പോൾ ശൂന്യമായ പള്ളികളൊക്കെ കാണുമ്പോൾ അദ്ദേഹം അവിടുത്തെ ആളുകളോട് പറയും, നിങ്ങൾ അവിശ്വാസി എന്ന് പറഞ്ഞ് കളിയാക്കിയ ഞങ്ങളുടെ അപ്പോസ്തലൻ്റെ പള്ളികൾ വന്ന് കാണുക. നിറഞ്ഞ തുളുമ്പിയാണ് തോമായുടെ പള്ളികളെല്ലാം. അതൊരു അനുഗ്രഹീതമായ ഒരു സംഭവമാണ്. മറ്റു 10 ശിഷ്യന്മാരും ഭയപ്പെട്ട കഥ കടച്ചിരിക്കുമ്പോൾ പുറത്തു പോകാൻ ധൈര്യം കാണിച്ച ഒരു മനുഷ്യനാണ് തോമസ് അപ്പോസ്തലൻ. അദ്ദേഹം മടങ്ങി വന്നപ്പോൾ 10 പേരും കൂടെ ഉറക്കെ പ്രസംഗിച്ചു തോമസിനോട് മാനസാന്തരപ്പെടാൻ. വി ഹാവ് സീൻ ജീസസ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഐ വോണ്ട് ബിലീവ് അൺലെസ് അൺടിൽ. 10 പേര് പ്രസംഗിച്ചിട്ടും ഇദ്ദേഹം മാനസാന്തരപ്പെട്ടില്ല. അപ്പോഴാണ് കർത്താവ് അതിനകത്ത് ഇടപെടുന്നത്. തോമസിനെ റിഡീം ചെയ്യാൻ തന്നെയാണ് കർത്താവ് വരുന്നത്. തോമസ്, ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ തോമസ് നടുങ്ങിക്കാണും, വിറച്ചു കാണും. യഹോവയുടെ ശബ്ദം, യഹോവയുടെ ശബ്ദം എന്ന് സങ്കീർത്തനം 29 പറയുന്നുണ്ട്. യഹോവയുടെ ശബ്ദം, അതിൻ്റെ പവർ. ദേവദാരുവിനെ ഇടിവെട്ടുന്ന പോലെ വെണ്ട് കീറിക്കളെ, മാൻപേട പ്രസവിക്കുന്നു. ഭയങ്കര തോമസ്. അത് കേട്ടപ്പോൾ അദ്ദേഹം നെടുമ്പാട് വീണ് കാണും എന്നാണ് എൻ്റെ ഒരു ചിന്ത. പത്രോസും ബാക്കി 6 പേരും കൂടെ മീൻ പിടിക്കാൻ പോയി. ഒന്നും കിട്ടിയില്ല. അപ്പോൾ കരയിലൊരു ശബ്ദം, മക്കളെ, വാത്സല്യം നിറഞ്ഞൊരു വാക്ക്. അപ്പോൾ കർത്താവ് സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, നീ കേട്ടില്ല ആ ശബ്ദം? ഇറ്റ് ഈസ് ദ ലോർഡ്. അത് കർത്താവാണ്, കർത്താവ് മാത്രമാണ്. തെറ്റിപ്പോകുമ്പോൾ തിരിഞ്ഞ് പിടിക്കാൻ വരുന്ന ഇവൻ മാത്രം. ഇറ്റ് ഈസ് ദ ലോർഡ്. തോമസിനും അത് മനസ്സിലായി. തോമസ് നെടുമ്പാട് വീണുകൊണ്ട് കൈ ഉയർത്തി പറഞ്ഞതാണ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഈ ശബ്ദം കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ കൊതിച്ചതും സംശയിച്ചതും ആഗ്രഹിച്ചതും എല്ലാം. നീ എനിക്ക് കർത്താവാണ്, നീ എനിക്ക് ദൈവമാണ്. ആരാണ് കർത്താവ് യേശു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ തീ പിടിച്ച വാലുമായി ഓടുന്ന കുരങ്ങനെ പോലെ നമ്മുടെ ഈ മണ്ണിൽ അദ്ദേഹം വന്നു എന്നുള്ളത് ഓർക്കുന്നതും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നതും എത്ര അഭിലഷണീയമായ കാര്യമാണ്. യേശു തന്നെ കർത്താവ്, യേശു തന്നെ ദൈവം, യേശു തന്നെ രക്ഷകൻ. ഇന്ന് സഭയ്ക്കിത് പറയാൻ മടിയുണ്ട്. അച്ഛന്മാർക്ക് മടിയുണ്ട്, മെത്രാന്മാർക്ക് മടിയുണ്ടോ എന്ന് എനിക്കറിയില്ല. യേശു മാത്രം കർത്താവ്, യേശു മാത്രം ദൈവം, യേശു തന്നെ രക്ഷകൻ. ഒരു ക്രിസ്ത്യാനിക്ക് ഇത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കല്യാണം കഴിച്ചവൻ കെട്ടിയിട്ടില്ല എന്ന് പറയാൻ പറ്റാത്തതുപോലെയാണ് ക്രിസ്ത്യാനിക്ക്. മറ്റുള്ളവരെന്ത് പറഞ്ഞാലും ക്രിസ്ത്യാനി ഇത് ഉറക്കെ ഉറക്കെ പറഞ്ഞിരിക്കണം. യേശു മാത്രമാണ് രക്ഷകൻ, യേശു മാത്രമാണ് രക്ഷകൻ, യേശു മാത്രമാണ് ദൈവം, യേശു മാത്രമാണ് രക്ഷകൻ. തോമസ് സ്ലീഹായുടെ പൈതൃകത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കാൻ വന്ന എന്ത് പൈതൃകം? ദിദിമോസ് എന്ന പേരുള്ള ഒരു പേരും കൂടെ ഉണ്ടെന്നല്ലാതെ വേറെ എന്ത് നിങ്ങൾ പഠിക്കും? തോമസ് സ്ലീഹായുടെ പേരിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു സഭയാണ് മാർത്തോമാ സഭ. 1889 ജൂലൈ മാസം 12-ാം തീയതി തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കോടതി 3 ജഡ്ജിമാർ അവരെ കണക്കുകൂട്ടി കുറിച്ച് നോക്കിയപ്പോൾ
ഇത് അന്ത്യോക്യയിലെ പാത്രിക്കീസ് ബാബായുടെ അനുവാദമില്ലാതെ കോൺസെക്രേറ്റഡായ ഒരു മെത്രാൻ്റെ സഭ എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ പറഞ്ഞു, ഈ സഭ അന്ത്യോക്യയ്ക്ക് കീഴ്പ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ ഒരു കോൺസെക്രേഷൻ നടന്നുകൊണ്ട് വാലിഡ് അല്ല എന്നുള്ള നിലയിൽ അവർ വിധി എഴുതി. വിശാഖം തിരുനാൾ മഹാരാജാവാണെന്നാണ് എൻ്റെ ഓർമ്മ. രാജാവിന് സങ്കടമായി. ഈ സഭ മുറിഞ്ഞു പോകുന്നുള്ള സങ്കടം രാജകൊട്ടാരത്തിൻ്റെ ദുഃഖത്തിലാഴ്ത്തി. അപ്പോൾ നിരണത്ത് വെച്ചിട്ടുണ്ട്, നിരണം പള്ളിയിൽ അദ്ദേഹം ഒരു അനുരഞ്ജന സമ്മേളനം വിളിച്ചുകൂട്ടി. പാലക്കുന്നത്തെ തോമസ് അത്തനേഷ്യസ് തിരുമേനിയും താഴത്തച്ഛനും പുലിക്കോട്ട് തിരുമേനിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും അടുത്ത് വന്നു. സന്ധി സംഭാഷണം നടക്കുന്നു. സംഭാഷണത്തിൻ്റെ ഒടുവിൽ പറയുന്നു, ഇനിയും ഒരു കോൺസെക്രേഷൻ ഉണ്ടെങ്കിൽ അത് അന്ത്യോക്യയിലെ പാത്രിക്കീസ് ബാബായുടെ അനുമതിയോടുകൂടി ആയിരിക്കണം. ഇപ്പോഴത്തെ തോമസ് അത്തനേഷ്യസിനെ മലങ്കര മെത്രാപ്പോലീത്തായിട്ട് തന്നെ ഞങ്ങൾ അംഗീകരിക്കാം. അപ്പോൾ പാലക്കുന്നത്ത് തിരുമേനി സ്നേഹിതന്മാരും പറഞ്ഞു, ഈ സഭ ഒരു സ്വതന്ത്ര സഭയാണ്, മാർത്തോമാ ശ്ലീഹായുടെ സഭയാണ്. ഇതിൻ്റെ പാരമ്പര്യവും സ്വത്തുമെല്ലാം തോമാ ശ്ലീഹായ്ക്ക് വിധേയപ്പെട്ടതാണ്. അതുകൊണ്ട് ആ അനുരഞ്ജന സമ്മേളനം പൊട്ടിപ്പോയി, പാളിപ്പോയി. പഴയ സെമിനാരിയിൽ നിന്ന് പാലക്കുന്നത്ത് തിരുമേനിയെ നടത്തി ഇറക്കുമ്പോൾ അവരൊരു സന്ധി പറഞ്ഞു, ഈ മെത്രാൻ്റെ തലയിലിരിക്കുന്ന മസനബ്സായുടെ സ്വർണ്ണ നൂല് കൊണ്ടുണ്ടാക്കിയതാണ്, അത് ഭണ്ഡാര വകയാണ്, ഊരിക്കണം. ഒരു ഐമേനി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ കാണിക്കാൻ വേണ്ടി ചെയ്ത ഒരു ചിന്തയാണ്. അങ്ങനെ തിരുമേനിയെ അവിടുന്ന് കുടിയുറക്കി ഇന്നത്തെ സിയോൻ കുന്നിൽ ഒരു അന്തി ഉറങ്ങിയാണ് മാർത്തോമ തുടങ്ങുന്നത്. 18 നൂറ്റാണ്ട് വരെ ഒരു സഭയും മാർത്തോമാ ശ്ലീഹായെ കണ്ടിട്ട് പോലും ഇല്ലാത്ത രീതിയിലാണ് പ്രവർത്തിച്ചതെല്ലാം. ഒരു സ്നേഹവും കാണിച്ചിട്ടില്ല. ആ പേര് പറയുന്ന പോലും നിഷിദ്ധമായിരുന്നു. മാർത്തോമാ മെത്രാന്മാരെ കോൺസെക്രേറ്റ് ചെയ്യുന്ന സിംഹാസനം പോലും എടുത്ത് തോമായുടെ സിംഹാസനം കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് കിട്ടിയ ആ ഒടിഞ്ഞ കസേരയിലിരുന്നാണ് ഇന്നും മാർത്തോമായിൽ മെത്രാന്മാരെ അഭിഷേകം ചെയ്തു. തോമായിക്ക് വേണ്ടി നഷ്ടപ്പെട്ടതാണ് എല്ലാം. ഇതാണ് ഞങ്ങളുടെ പിതാവ്, അവൻ മാത്രമാണ് ഞങ്ങളുടെ പിതാവെന്ന് പറഞ്ഞതിൻ്റെ ബാക്കി പത്രമാണ് ഇന്നത്തെ മാർത്തോമാ സഭ. ഇതുപോലെ അരിഷ്ടതയിൽ കൂടെ കടന്നുപോയ ഒരു സഭയും ലോകത്തിലില്ല. ഒരു ശ്ലീഹായുടെ പേരിൽ വേറൊരു സഭയും ലോകത്തിലില്ല. പത്രോസ് ശ്ലീഹായുടെ പേരിലാണ് റോമിലെ കത്തോലിക്ക സഭ എങ്കിൽ, അന്ത്യോക്യയിലെ സഭ എങ്കിൽ, ഇവരാരും അവരുടെ ശ്ലീഹായുടെ പേരിലല്ല അറിയപ്പെടുന്നത്. ലോകത്തിൽ മാർത്തോമാ ശ്ലീഹായുടെ പേരിൽ അറിയപ്പെടുന്ന ഏക സഭ നമ്മുടേതാണ്. അഭിമാനം ഉണ്ടാവണം, സന്തോഷമുണ്ടാകണം, തമ്പുരാന് സ്തുതി പറയണം. ഒന്നുമില്ലായ്മയെന്ന് ഇതിനെ ഇന്നത്രോളം പിടിച്ചു. 1901 72 പള്ളി ഉണ്ടായിരുന്നുള്ളൂ ഈ സഭയ്ക്ക്. 2024 നിങ്ങൾ തൂക്കി നോക്കുമ്പോൾ ലോകമെമ്പാടും 1500 പള്ളികൾ, ചിതറിപ്പോകുന്ന ആളുകൾ. ഈ കൊച്ചു സഭയെ ദൈവം കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ച് വളർത്തുക. മാർത്തോമാ ശ്ലീഹായുടെ പൈതൃകത്തെക്കുറിച്ച് ആത്മാഭിമാനമുള്ള മക്കളുണ്ടാവണം. എന്നാൽ എൻ്റെ സങ്കടം, ആരുണ്ട് ഇവിടെ കേൾക്കാൻ? എവിടെ നിങ്ങളുടെ മക്കൾ? ഒരെണ്ണം പോലും ഇല്ലല്ലോ ഒന്ന് കേൾക്കാൻ. ഒന്നിനെ പോലും നിങ്ങൾ കൊണ്ടുവന്നില്ലല്ലോ കേൾക്കാൻ. നിങ്ങളുടെ ചെവി തഴമ്പിച്ചതല്ലേ? എത്രയോ നാളിത് കേട്ടതാണ്. ആര് കേൾക്കും? ആര് കൊണ്ടു നടക്കും? നൊമ്പരമില്ലാത്ത പേരൻസ്, നൊമ്പരമില്ലാത്ത സഭ, നൊമ്പരമില്ലാത്ത വൈദികർ. ഈ സഭയെക്കുറിച്ച് ഊറ്റം കൊള്ളുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് നിങ്ങൾക്ക് പ്രത്യേകത? ഇന്ന് കേരളത്തിലെ സഭകളെ നോക്കിക്കോ. ഞങ്ങൾ മാത്രമാണ് മാർത്തോമാ എന്ന് പറഞ്ഞ് നടക്കുകയാണ് എല്ലാവരും. ഞങ്ങൾ മാത്രമാണ്. അന്ന് കൈവശപ്പെടുത്തിയ എല്ലാ സ്വത്തും കയ്യിലിരുന്നുകൊണ്ടാണ് പറയുന്നത്. ഇല്ലി കൊണ്ട് കെട്ടിയ മുളങ്കൂട്ടിലിരുന്ന് ആരാധിച്ചവർ മാത്രമായിരുന്നു നമ്മൾ. നിരണത്തെ ആളുകളെ ഒരു വീട്ടിലിരുന്ന് കരയുമ്പോൾ, നിരണം പള്ളിയുടെ വികാരി വള്ളത്തെ സഞ്ചരിക്കുമ്പോൾ ആളുകൾ നെഞ്ചത്തടിച്ച് കരയുന്നു.
അയ്യോ ദൈവമേ, ഞങ്ങൾക്ക് ആരുമില്ലല്ലോ, പള്ളിയില്ലല്ലോ, പട്ടക്കാരൻ്റെ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് സെൻറ് തോമസ് പള്ളിയും ഈ ജെറുസലേം പള്ളിയൊക്കെ ഉണ്ടായത്. ഞങ്ങളുണ്ടെന്ന് പറഞ്ഞാണ്. നിരണം പള്ളിയിൽ നിന്ന് വന്ന അച്ഛന്മാരാണ് ഇതിന് ചുമല് കൊടുത്തത്. നമുക്ക് ഈ ശ്രേഷ്ഠ പൈതൃകത്തെ ഓർത്ത് നന്ദി പറയാനല്ലാതെ വേറെ എന്തുണ്ട്? കേരളത്തിലെ എല്ലാ സഭകളോടും പറയണം, നമ്മളെല്ലാം ഒന്നാണ്, ഒരപ്പൻ്റെ മക്കളാണ്. നമുക്ക് തന്നെ എന്ത് പൈതൃകം? കേരളത്തിലുണ്ട എല്ലാ ക്രൈസ്തവരും തോമാസ് ലീഗയുടെ മക്കളാണെന്നും നമുക്കൊന്നിച്ചൊരു മിഷൻ ഉണ്ടെന്നും പറയണം. 22% ക്രിസ്ത്യാനി ഉണ്ടായിരുന്ന സ്ഥലത്താണ് നമ്മൾ. ഇന്ന് 16 ഉള്ളൂ. എവിടെ പോയി? ഷ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടേതെന്നുള്ള അവബോധം നമുക്കേലും ഉണ്ടായാൽ മതിയായിരുന്നു. പിള്ളേരില്ലാത്ത വീടുകൾ, പിള്ളേർ വേണ്ടാത്ത മാതാപിതാക്കൾ, സഭയെക്കുറിച്ച് ഒന്നും അറിയാൻ മേലാത്ത യൗവനക്കാരായ മക്കൾ, അതിലൊക്കെ ഉപരി അപ്പോസ്തലൻ്റെ വിശ്വാസമില്ലാത്ത മർത്തോമക്കാർ. ക്രിസ്തു ഉള്ളിലില്ലാത്തതുകൊണ്ടാണ് പള്ളി പ്രശ്നങ്ങളെല്ലാം. ക്രിസ്തു ആരാകുന്ന മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ആർക്കും ക്രൈസ്റ്റിനെ പങ്കിടാൻ കഴിയാതെ പോകുന്നത്. കുർബാന ചൊല്ലുന്നതിന് മുമ്പ് തുയ്യാബാ ശുശ്രൂഷയുടെ 2ാം ഭാഗത്ത് അപ്പവും വീഞ്ഞും കയ്യിലെടുത്തുകൊണ്ട് വൈദികർ ചൊല്ലണം. മാലാഖ മുഖാന്തരമുള്ള ദൂത്, അനുഗ്രഹീതമായ ജനനം, അങ്ങനെ പറഞ്ഞ് സ്വർഗാരോഹണം വരെ ചൊല്ലി ക്രിസ്തുവിനെ ഉള്ളിൽ ആവാഹിച്ചിട്ട് വേണം കുർബാന ചൊല്ലാൻ. അപ്പോൾ മാത്രമേ ക്രിസ്തുവിനെ പങ്കിടാനും പകരാനും കഴിയുള്ളൂ. അപ്പോഴാണ് പൗലോസ് അപ്പോസ്തലനെ പോലെ ക്രിസ്തു നിന്നിൽ ഉരുവാകുവോളും പ്രസവവേദനപ്പെടുന്ന വൈദികരുണ്ടാവണം, മെത്രാന്മാരുണ്ടാവണം, ഉപദേശിമാരുണ്ടാവണം. അപ്പോൾ മാത്രമേ ക്രിസ്തു ജനനം നടക്കത്തുള്ളൂ. അപ്പോസ്തലൻ ഇവിടെ വന്നത് എങ്ങനെയാണ്? 10 പേരുടെയും തലവെട്ടിയാണ് അവരെ ഗുരുവിനോടുള്ള സ്നേഹം കാണിച്ചത്. 10 പേരും. നമുക്കെന്ത് നഷ്ടം? സുഖലോലുപതയുടെ മധ്യത്തിൽ എന്ത് സുവിശേഷം? എന്തെങ്കിലും ആർജിക്കാൻ വേണ്ടി ക്രിസ്ത്യാനികളാകുന്നവരാണ് കൂടുതൽ ആളുകൾ. എന്തെങ്കിലും കിട്ടും. ക്രിസ്തുവിന് വേണ്ടി നഷ്ടം സഹിച്ച ആരുണ്ടോ കൂടെ? ക്രിസ്തുവിന് വേണ്ടി നഷ്ടം സഹിച്ചവരാരുണ്ട്? പാത്രിയർക്കീസ് ബാവ ഇവിടെ വരുമ്പോൾ അദ്ദേഹം പറയും 4-ാം നൂറ്റാണ്ട് മുതൽ പെർസിക്യൂഷനാണ്. കഴിഞ്ഞ ആഴ്ച അദ്ദേഹം ഇവിടെ വന്നിട്ട് മടങ്ങിപ്പോയി. പലായനം, യുദ്ധം, അതിന് മധ്യത്തിൽ അവർ സൂക്ഷിച്ചതാണ് ആരാധനക്രമങ്ങൾ, വിശ്വാസം, സത്യാന്വേഷണം. നമുക്കെന്ത് നഷ്ടം? വിശ്വാസത്യാഗികളായ വർദ്ധിച്ചു വരുന്നതാണോ? വിശ്വാസ സ്ഥിരതയ്ക്ക് വേണ്ടിയുള്ളതാണോ? നമുക്ക് തന്നെ നമ്മുടെ വിശ്വാസത്തെ ശോധന ചെയ്യുന്നൊരു കാലത്ത് അതിനെ പിടിച്ചു നിർത്താനും ഉറച്ചു നിൽപ്പാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ എന്താ അധികം പ്രസംഗിക്കേണ്ടെന്നാണ് എൻ്റെ ചിന്ത. ശ്രീക് തോമസാർ വന്നപ്പോൾ ഞാനത് കുറയ്ക്കേണ്ടതായിരുന്നു. എന്നാലും എൻ്റെ സങ്കടവും മനോവ്യസനമൊക്കെ കൊണ്ടൊക്കെ പറഞ്ഞു പോയതാണ്. കാലിക്കട്ട് അരമനെ ഞാനുള്ളപ്പോൾ കരുണാകരൻ നായരെന്ന് പറഞ്ഞൊരു അയൽക്കാരനുണ്ടായിരുന്നു. അപ്പോൾ കൂടെ അരമനെ വരുമ്പോൾ അദ്ദേഹത്തെ ഹിന്ദു സ്നേഹിതന്മാർ കളിയാക്കും. എന്നാടാ നീ സ്നാനപ്പെടാൻ പോകുന്നത്, ക്രിസ്ത്യാനിയാകുന്നതെന്ന് പറയും. അപ്പം കരുണാകരൻ നായർ ചങ്ക് വിരിച്ച് പറയും, സജ്ജന സംസർഗം, അതാണ് എനിക്ക് വേണ്ടിയത്, അതാണ് എനിക്ക് അവിടെ കിട്ടുന്നത്, സജ്ജന സംസർഗം. ശ്രീ തോമസാറിനെ പോലെയുണ്ട് ആരെ കണ്ടു കിട്ടുമ്പോൾ നമുക്ക് എന്ത് ഊർജ്ജമാണ് കിട്ടുന്നത് അറിയാമോ? സജ്ജന സംസർഗം. അദ്ദേഹം കർമ്മം കൊണ്ടും ജന്മം കൊണ്ടും മർദ്ദമക്കാരനാണ്. ഇതുപോലെയുള്ള ആളുകൾ ഈ സഭയിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്കൊരു ഊർജം, ബലം, സന്തോഷമൊക്കെ കിട്ടും. അവരുടെ കൂടെ ഇരുന്ന് വചനം കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഈ മാർഗത്തെക്കുറിച്ച് അഭിമാനവും സന്തോഷവും തോന്നും. സാറ് വന്നതിന് സന്തോഷം. സഭയ്ക്ക് വേണ്ടി ഞാൻ സാറിനോട് സന്തോഷം അറിയിക്കട്ടെ. നിങ്ങളെല്ലാവരും വന്നതിന് സന്തോഷം. ഈ അപ്പോസ്തലൻ്റെ വലിയ ജീവിതം നമ്മെ മാർഗനിർദ്ദേശത്തിലും പിടിച്ചു നിർത്താനും ഉറച്ചു നിൽപ്പാനും സത്യാന്വേഷകരായിരിക്കാനും സുവിശേഷം പങ്കിടുവാനും പങ്കിടില്ലല്ലോ എന്നൊരു ദുഃഖം പേറുവാനും ദൈവം നമുക്ക് തുണയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി
ഈ സമ്മേളനം മുഖാന്തരമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരും അനുവാദത്തോടുകൂടി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു.